ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ബിന്ദു വിനോദ്. ലോക ദൃശ്യശ്രവ്യ വിനോദ ഉച്ചകോടി വേവ്സ് 2025 സംസ്കാരത്തിന്റെയും സർഗാത്മകതയുടെയും ആഗോള പാരസ്പര്യത്തിന്റെയും തരംഗം സൃഷ്ടിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മുംബൈയിലെ ജിയോ വേൾഡ് കൺവെൻഷൻ സെന്ററിൽ വേവ്സ് ഉച്ചകോടിയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. 100-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള കലാകാരന്മാർ, നിക്ഷേപകർ, നയരൂപകർത്താക്കൾ തുടങ്ങിയവർ ഒരു വേദിയിൽ അണിനിരക്കുന്ന വേവ്സ് ആഗോള ശ്രദ്ധ ആകർഷിക്കുന്നതായും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്തെത്തി. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പ്രധാനമന്ത്രി നാളെ നാടിന് സമർപ്പിക്കും. രാജ്ഭവനിൽ തങ്ങിയ ശേഷമായിരിക്കും അദ്ദേഹം നാളെ വിഴിഞ്ഞത്തെത്തുക. രാവിലെ 11-ന് വിഴിഞ്ഞം തുറമുഖത്ത് നടക്കുന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ, മന്ത്രിമാർ, ജനപ്രതിനിധികൾ തുടങ്ങി നിരവധി പ്രമുഖർ പങ്കെടുക്കും. പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന വിഴിഞ്ഞം തുറമുഖ കമ്മീഷനിംഗ് പരിപാടിയിൽ നാളെ പങ്കെടുക്കുന്നവർ തിരിച്ചറിയൽ രേഖകൾ നിർബന്ധമായും കൈവശം കരുതണമെന്ന് സർക്കാർ നിർദ്ദേശം. ക്ഷണമുള്ളവർ 9 മണിക്ക് മുൻപ് തന്നെ അനുവദിക്കുന്ന സ്ഥലത്ത് ഹാജരാകണം. SPG ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും മാർഗനിർദ്ദേശത്തിൽ പറയുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് തലസ്ഥാനത്ത് കനത്ത സുരക്ഷ. 4200ഓളം പോലീസുകാരെ സുരക്ഷയ്ക്കായി നിയോഗിച്ചിട്ടുണ്ട്. കടലിൽ കോസ്റ്റ് ഗാർഡിന്റെ നേതൃത്വത്തിൽ കപ്പലുകളിൽ സുരക്ഷയൊരുക്കും. കൂടാതെ വ്യോമസേനയുടെ പ്രത്യേക വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും സുരക്ഷയ്ക്കായി വിന്യസിക്കും. പൊതുജനങ്ങൾക്ക് ചടങ്ങ് വീക്ഷിക്കുന്നതിന് ഉദ്ഘാടന വേദിക്ക് ഇരുവശത്തുമായി പവലിയനുകളും സജ്ജമാക്കിയിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം നഗരത്തിൽ നാളെ രാവിലെ 6:30 മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിഴിഞ്ഞം തുറമുഖം കമ്മീഷനിംഗ് നടക്കാനിരിക്കെ സംസ്ഥാന സർക്കാരിനെതിരെ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. 2019 പൂർത്തിയാകേണ്ടിയിരുന്ന വിഴിഞ്ഞം പദ്ധതി 6 വർഷം വൈകിയാണ് സാക്ഷാത്കരിക്കുന്നതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. പ്രതിപക്ഷത്തെ പ്രതിനിധാനം ചെയ്ത് സംസാരിക്കാനുള്ള അവസരമില്ലാത്തതിനാൽ തുറമുഖം കമ്മീഷനിംഗ് ചടങ്ങിൽ പങ്കെടുക്കില്ലെന്നും അദ്ദേഹം ആവർത്തിച്ചു. പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തെക്കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള പൊതു താൽപര്യ ഹർജി പരിഗണിക്കാൻ വിസമ്മതിച്ച് സുപ്രീംകോടതി. നിലവിലെ നിർണായക സാഹചര്യത്തിൽ ഇത്തരം നടപടികൾ സായുധ സേനയുടെ മനോവീര്യം തകർക്കുമെന്ന് കോടതി മുന്നറിയിപ്പ് നൽകി. ഇതിനെ തുടർന്ന് 3 ജമ്മുകശ്മീർ നിവാസികൾ സമർപ്പിച്ച പൊതു താൽപര്യ ഹർജി പിൻവലിച്ചു. വോട്ടർ പട്ടികയുടെ കൃത്യത മെച്ചപ്പെടുത്താനും വോട്ടെടുപ്പ് കൂടുതൽ സുഗമമാക്കാനും പുതിയ നടപടികളുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. BLOമാർക്ക് തിരിച്ചറിയൽ കാർഡ്, വോട്ടർ സൌഹൃദ സ്ലിപ്പുകൾ, മരണ രജിസ്ട്രേഷൻ ഡാറ്റ ഉപയോഗപ്പെടുത്തി വോട്ടർ പട്ടിക പുതുക്കൽ എന്നിവയാണ് പുതിയ നടപടികൾ. ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കുന്ന കന്നുകാലികളിലെ കുളമ്പുരോഗ പ്രതിരോധ കുത്തിവയ്പ് പദ്ധതി 6ാം ഘട്ടത്തിന് നാളെ തുടക്കം. കോഴിക്കോട് ജില്ലാ വെറ്ററിനറി കേന്ദ്രത്തിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി J. ചിഞ്ചുറാണി സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കും. തികച്ചും സൌജന്യമാണ് കുത്തിവയ്പ്. ലൈറ്റ് ഫോർ നൈറ്റ് ലൈഫ് പദ്ധതി 6 മാസത്തിനുള്ളിൽ പൂർത്തീകരിക്കുന്നതിലൂടെ 50,000 LED തെരുവ് വിളക്കുകൾക്കുള്ള ഇന്ത്യയിലെ ആദ്യ നഗരമായി തൃശൂർ നഗരം മാറുമെന്ന് റവന്യൂ മന്ത്രി K. രാജൻ. തൃശൂർ കോർപ്പറേഷൻ ലൈറ്റ് ഫോർ നൈറ്റ് ലൈഫ് പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. കോഴിക്കോട് നഗരത്തിൽ MDMAയുമായി ഒരാൾ പിടിയിൽ. മലപ്പുറം സ്വദേശി മുബഷീറിനെയാണ് ഗോവിന്ദപുരത്തെ ലോഡ്ജിൽ നിന്നും ഡാൻസ് സ്റ്റാഫും മെഡിക്കൽ കോളേജ് പോലീസും ചേർന്ന് പിടികൂടിയത്. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അതേസമയം പാലക്കാട് ജില്ലയിൽ നാളെ താപനില 37 ഡിഗ്രി വരെ ഉയരാൻ സാധ്യതയുണ്ട്. കടുത്ത ചൂടിന് സാധ്യതയുള്ള 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിൽ ഇന്നലെ 49 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 51 പേരെ അറസ്റ്റ് ചെയ്തു. മയക്കുമരുന്ന് വിൽപ്പനയിൽ ഏർപ്പെടുന്നതായി സംശയിക്കുന്ന 1899 പേരെ പരിശോധനയ്ക്ക് വിധേയമാക്കി. ആശാപ്രവർത്തകർ സെക്രട്ടേറിയറ്റിനു മുന്നിൽ 43 ദിവസമായി നടത്തിവന്ന നിരാഹാര സമരം അവസാനിപ്പിച്ചു. രാപ്പകൽ സമരയാത്ര എന്ന പുതിയ സമരഘട്ടത്തിന് തുടക്കം കുറിക്കുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. വെള്ളായണി ജലശുദ്ധീകരണശാലയിൽ ട്രാൻസ്ഫോമർ സ്ഥാപിക്കുന്ന ജോലികളുമായി ബന്ധപ്പെട്ട് മറ്റന്നാൾ രാവിലെ 6 മുതൽ രാത്രി 12 വരെ പമ്പിംഗ് തടസ്സപ്പെടുന്നതിനാൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിവിധ വാർഡുകളിൽ ജലവിതരണം മുടങ്ങും. ഉപഭോക്താക്കൾ വേണ്ട മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതാണെന്ന് വാട്ടർ അതോറിറ്റി അറിയിച്ചു. തിരുവല്ലം, വെള്ളാർ, പുഞ്ചക്കരി, പൂങ്കുളം, ഹാർബർ, വിഴിഞ്ഞം, കോട്ടപ്പുറം വാർഡുകളിലും കല്ലിയൂർ, വെങ്ങാനൂർ, പള്ളിച്ചൽ പഞ്ചായത്തുകളിലും സമീപ പ്രദേശങ്ങളിലുമാണ് ജലവിതരണം തടസ്സപ്പെടുന്നത്. IPL ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസ് മുംബൈ ഇന്ത്യൻസ് പോരാട്ടം പുരോഗമിക്കുന്നു. ജയ്പൂരിലെ സവായ് മാൻസിംഗ് സ്റ്റേഡിയത്തിലാണ് മത്സരം. 6ാമത് സംസ്ഥാന ജേർണലിസ്റ്റ് വോളിബോൾ ടൂർണമെന്റിന് നാളെ കണ്ണൂരിൽ തുടക്കം. കേരളത്തിലെ എല്ലാ മാധ്യമ പ്രവർത്തകരുടെയും പങ്കാളിത്തത്തോടെ കണ്ണൂർ പ്രസ് ക്ലബ്ബാണ് മത്സരം നടത്തുന്നത്. കേരളത്തിനെയും തമിഴ്നാടിനെയും വേഗത്തിൽ ബന്ധിപ്പിക്കാൻ കഴിയുന്ന തേവാരം മെട്ട് റോഡിനായി ഇരു സംസ്ഥാനത്തെയും ജനപ്രതിനിധികൾ അതിർത്തിയിൽ ഒന്നിച്ചു. തേവാരത്തു നിന്നും തേനി MP തങ്ക തമിഴ് ശെൽവത്തിന്റെ നേതൃത്വത്തിൽ തേവാരമെട്ടിലേക്ക് കാൽനടയായി എത്തിയ കർഷകരെ ഡീൻ കുര്യാക്കോസ് MPയും MM മണി MLAയും ചേർന്ന് സ്വീകരിച്ചു.
പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.